നമസ്കാരം, ജയനാണ് കേട്ടോ. അപ്പോൾ ടാറ്റയുടെ കൂപ്പ് മോഡലായിട്ടുള്ള കർവ് നമ്മൾ കണ്ടു. ടാറ്റയ്ക്ക് മാത്രം പോലുള്ള കൂപ്പ് മോഡൽ. ടാറ്റ കൂപ്പ് മോഡൽ ഉണ്ടാക്കിയ സ്ഥിതിക്ക് മഹീന്ദ്രയ്ക്ക് ഒരെണ്ണം വേണ്ടേ? മഹീന്ദ്രയുടെ കൂപ്പ് മോഡലായിട്ടുള്ള കാറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം തന്നെ അവർ കൺസെപ്റ്റ് അവതരിപ്പിച്ചതാണ്. BE5 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും അതുപോലെ സ്പൈ ആയിട്ടുള്ള വീഡിയോസ്, സ്പൈഡ് ഇമേജസ് വീഡിയോസ് എല്ലാം നമുക്ക് യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട്. അതിങ്ങനെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഡീസൽ വേരിയൻറ്റും പെട്രോൾ വേരിയൻ്റൊക്കെ ഈ വർഷം വരുമെന്ന് പറയുന്നു. BE5 എന്ന് പറയുന്ന മോഡൽ സ്പൈഡ് വീഡിയോസ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. ടാറ്റയുടെ കെർവിൻ്റെ ലോഞ്ചിന് ശേഷം പല വീഡിയോകളിലും നമ്മൾ മഹീന്ദ്രയുടെ ഈ BE5ൻ്റെ വീഡിയോസ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ BE5ൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള 4x4 ആയിട്ടുള്ള മോഡലായിട്ടുള്ള BE5ൻ്റെ B റാലി എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. BE5നെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഓഫ് റോഡ് മോഡൽ അല്ലെങ്കിൽ 4x4 മോഡലാണ് കേട്ടോ ഈ B റാലി എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഡൽഹിയിൽ ഇത്തവണ നടന്ന ഭാരത് ഗ്ലോബൽ എക്സ്പോയിൽ അല്ലെങ്കിൽ മോട്ടോ എക്സ്പോയിൽ അവർ അവതരിപ്പിച്ച മോഡലാണ് ഈ കാണുന്നത്. എന്തായാലും മൊത്തമായിട്ടുള്ള 4 വീൽ ഡ്രൈവ് ആയിട്ട് വരുന്ന ഒരു ഇലക്ട്രിക് മോഡലാണ് കേട്ടോ വരുന്നത്. കളർ എന്തായാലും ഒരു വൈബ്രൻറ്റ് കളറായിട്ടുള്ള ഒരു നിയോൺ ഗ്രീൻ അല്ലെങ്കിൽ നിയോൺ യെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു വൈബ്രൻറ്റ് കളറിലാണ് കേട്ടോ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റിക്കർ വർക്കുകൾ അല്ലെങ്കിൽ ഡിസൈൻ്റെ കാര്യങ്ങളിൽ കുറേ പെയിൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വീലുകൾ നമുക്ക് കാണാൻ പറ്റും. 20 ഇഞ്ചിൻ്റെ വീലുകളാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ടോട്ടലി ഒരു ഡിസൈൻ തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് മഹീന്ദ്രയിൽ നിന്നും വന്നിരിക്കുന്നത് കേട്ടോ. മഹീന്ദ്രയുടെ യൂറോപ്പ് ടീമാണിത്. UK ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ഡിസൈൻ ടീമാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ഡിസൈൻ എവിടെയെങ്കിലും ഒരു കോപ്പി പോലെ നിങ്ങൾക്ക് തോന്നി, എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു ഡിസൈനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കൺസെപ്റ്റാണിത്. അതായത് 4x4 മോഡലിൻ്റെ കൺസെപ്റ്റാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റ് അല്ലെങ്കിൽ സാധാരണ വരുന്ന മോഡൽ ടെസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BE5 എന്ന് പറഞ്ഞ മോഡൽ സ്പൈഡ് ഇമേജസും വീഡിയോസും യൂട്യൂബിൽ കിടപ്പുണ്ട് ഒത്തിരി. അത് ഈ വർഷം തന്നെ എന്തായാലും ലോഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വന്നിരിക്കുന്ന ഈ 4x4 ആയിട്ടുള്ള ഈ മോഡൽ വരുന്നത് 2025 അവർ പറയുന്നത് കേട്ടോ. കൺസെപ്റ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിലോ അങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റുന്നത്. ഹെഡ് ലാമ്പുകളും കാര്യങ്ങളൊക്കെ കാണാം, DRLകൾ കാണാം. കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു DRLൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന കഴിഞ്ഞ വർഷം ഹൈദരാബാദിലെ ഓട്ടോ ഷോയിൽ കാണിച്ചിരുന്ന മോഡലും അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന ആകെ ഒരു വ്യത്യാസം വന്നിരിക്കും വീൽ കപ്പുകൾ അല്ലെങ്കിൽ വീലിൻ്റെ ആ ഒരു ഡിസൈൻ അല്ല ഡ്രമ്മിൻ്റെ ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടോ. ഇതാണ് ഡൽഹിയിൽ അവതരിപ്പിച്ച മോഡൽ. ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബമ്പറിൽ ഒരു ഓറഞ്ച് കളറുള്ള ടോ ഹുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വലിയ റൗണ്ടഡ് ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ DRL കണക്റ്റഡ് DRL വരുന്ന ഫ്രണ്ടിൽ വരുന്നുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീൽ ആർച്ചുകൾ, അതുപോലെ ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കൂപ്പേ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡോർ ഹാൻഡിൽ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ സ്പോയിലർ കാണാൻ പറ്റും. അതുപോലെ റൂഫിൽ ഒരു റെയിലിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് സ്പെയർ വീൽ വെക്കാനോ അതുപോലെ ലഗേജ് ക്യാരി ചെയ്യാനുള്ള ഒരു കാരിയർ വരുന്നുണ്ട്. അതുപോലെ ഒരു കൂപ്പേ ഡിസൈനാണ് വന്നിരിക്കുന്നത്. സി പില്ലറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്ലോപ്ഡ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ. അതുപോലെ സി പില്ലറിൻ്റെ ആ ഒരു ബ്ലാക്ക് ഒരു ഇതിലാണ് സെക്കൻഡ് ഡോറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡോറിലേക്ക് വരുന്ന ഹാൻഡിലും അവിടെയാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് ഡോറിൽ മാത്രം ഹാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മഹീന്ദ്രയുടെ ഒരു കൂപ്പയുടെ ഒരു ഡിസൈനൊക്കെ തോന്നുമെങ്കിൽ ആ കണക്റ്റഡ് DRL ഡിസൈൻ എല്ലാം തന്നെ കാണുന്നുണ്ട്. എന്തായാലും ഒരു എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് യൂറോപ്പ് ഡിസൈൻ, അതായത് മഹീന്ദ്രയുടെ UK ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ടീം വന്നിരിക്കുന്നത്. 2025 കൂടി നമുക്ക് ഇതിനെ പ്രതീക്ഷിക്കാം.